അധ്യായം 20. ദാവീദ് രാമയിലെ നയ്യോത്തിൽ നിന്നോടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്തു ചെയ്തു? എൻ്റെ കുറ്റമെന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്ത് എന്ന് ചോദിച്ചു. അവനോട്, അങ്ങനെ ഭവിക്കരുതേ, നീ മരിക്കയില്ല. എൻ്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതി എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നുവെന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയിയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനിത് ഗ്രഹിക്കരുതെന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ് നിന്നാണ് എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹമെന്ത്? ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നു. ഞാനും രാജാവിനോടുകൂടെ പന്തിഭോജനത്തിന് ഇരിക്കേണ്ടതല്ലോ. എങ്കിലും മറ്റന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരണം. എൻ്റെ അപ്പനെന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്കൊന്ന് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. അവൻ്റെ കുലത്തിനെല്ലാം അവിടെ പക്ഷാന്തരയാഗം ഉണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞതാൽ അടിയന് ശുഭം. അല്ല, കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളണം. എന്നാൽ അങ്ങൂന്ന് അടിയനോട് ദയ ചെയ്യണം. അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സഖ്യം ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിൽ ഉണ്ടെങ്കിലോ അങ്ങ് തന്നെ എന്നെ കൊല്ലുക. അപ്പൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തൊരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായ ഉത്തരം പറഞ്ഞാലോ അതാരെന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളോ എൻ്റെ അപ്പൻ്റെ അന്തർഗതമറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ നാളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുമോ? എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എൻ്റെ അപ്പൻ്റെ ഭാവമെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. യഹോവ എൻ്റെ അപ്പനോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. ഞാനിനി ജീവനോടിരിക്കുകയാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എൻ്റെ ഗൃഹത്തോട് നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിൻ്റെ ശത്രുക്കളെ ഒട്ടഴിയാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ചു കളയും കാലത്ത് അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിൻ്റെ ഗൃഹത്തോട് സഖ്യം ചെയ്തു. ദാവീദിൻ്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കാൻ തന്നോടൊരു സ്നേഹത്തെ ചൊല്ലി അവനെക്കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നുവല്ലോ. നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്ന അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് ഏസൽക്കല്ലിൻ്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വശത്ത് ഒരു ലാക്കിന് എയ്യുന്ന ഭാവത്തിൽ 3 അമ്പ് എയ്യും. നീ ചെന്ന് അമ്പ് നോക്കി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു ബാല്യക്കാരനെ അയക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് ഇതാ എടുത്തുകൊണ്ട് വരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ട് വരിക. യഹോവയാണ് നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്തതാ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക. യഹോവ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു. അമാവാസിയായപ്പോൾ രാജാവ് പന്തിഭോജനത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ചുവരിനരികെയുള്ള തൻ്റെ ആസനത്തിന്മേലിരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്നു. അബ്നേർ ശൗലിൻ്റെ അരികെ ഇരുന്നു. ദാവീദിൻ്റെ സ്ഥലമോ ഒഴിഞ്ഞു കിടന്നു. അന്ന് ശൗലൊന്നും പറഞ്ഞില്ല. അവൻ എന്തോ ഭവിച്ച് അവന് ശുദ്ധിയില്ലായിരിക്കും. അതെ, അവന് ശുദ്ധിയില്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസിയുടെ പിറ്റേന്നാളും ദാവീദിൻ്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തൻ്റെ മകനായ യോനാഥാനോട്, ഇശായുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യോനാഥാൻ ശൗലിനോട്, ദാവീദ് ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന് പട്ടണത്തിൽ ഒരു യാഗമുള്ളതുകൊണ്ട് എന്നെ വിട്ടയക്കണമേ. എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിൻ്റെ പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശൗലിൻ്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. ശൗൽ അവനോട്, വക്രതയും ദുശാഠ്യമുള്ളവളുടെ മകനെ,
നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഈശായുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയോ? ഈശായുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീ നിന്റെ രാജ്യത്വവും ഉറക്കിയില്ല. ഉടനെ ആളയച്ച് അവനെ എൻ്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട്, അവനെ എന്തിനു കൊല്ലുന്നു? അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു. അതിനാൽ തൻ്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നുവെന്ന് യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണമൊന്നും കഴിച്ചതുമില്ല. തൻ്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റേന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോടുകൂടെ വയലിലേക്ക് പോയി. അവൻ തൻ്റെ ബാല്യക്കാരനോട്, ഓടിച്ചെന്ന് ഞാൻ എയ്യുന്ന അമ്പ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്കൊരു അമ്പ് എയ്തു. യോനാഥാൻ എയ്തിയ അമ്പ് വീണെടുത്ത് ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട്, അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യോനാഥാൻ ബാല്യക്കാരനോട്, ബന്ധപ്പെട്ട് ഉരുവിരിക, നിൽക്കരുതെന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാൻ്റെ ബാല്യക്കാരൻ അമ്പുകളെ പെറുക്കി യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദുമല്ലാതെ ബാല്യക്കാരൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തൻ്റെ ആയുധങ്ങളെ ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു, പട്ടണത്തിലേക്ക് കൊണ്ടുപോകാ എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും എൻ്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുകൊണ്ട് സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു.